ഒരു ഫുൾ സർക്കിളിൽ നിന്ന് കുറച്ച് ഭാഗം മുറിച്ചെടുത്താൽ നമുക്കതിനെ വൃത്താംശം അഥവാ സെക്ടർ എന്ന് വിളിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സെക്ടറാണ്, ഇതൊരു ഫുൾ സർക്കിളിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഒരു സെക്ടർ ആകുമ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ ആംഗിൾ ഉണ്ടാവും, ഒരു റേഡിയസ് ആരവും ഉണ്ടാവും അല്ലേ. ഞാൻ ഈ സെൻറ്റർ ആംഗിളിനെ എക്സ് ഡിഗ്രി എന്നും റേഡിയസിനെ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നും എടുക്കുന്നു. ഇത് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രൂപമാണ് ബേസ് സർക്കുലർ ഷേപ്പിലുള്ള ഈ രൂപത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺ അഥവാ വൃത്തസ്തൂപിക. അപ്പോൾ വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് സർക്കുലർ ഷേപ്പാണ്. മുകളിലേക്ക് പോകുന്തോറും അതിങ്ങനെ കൂർത്തു വരും, അതായത് ഒരു വലിയ സർക്കിൾ, അതിൻ്റെ മണ്ടേ ചെറിയ സർക്കിൾ, അങ്ങനെ അടുക്കി വെച്ച് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് വൃത്തസ്തൂപിക. അപ്പോൾ ഒരു വൃത്തസ്തൂപികയെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള പ്രധാനപ്പെട്ട അളവുകൾ എന്ന് വെച്ചാൽ വൃത്തസ്തൂപികയ്ക്ക് ഒരു ചരിവ് ഉയരമുണ്ട്. നമ്മൾ നേരത്തെ സമചതുര സ്തൂപിക അഥവാ സ്ക്വയർ പിരമിഡ് പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്. ആൻഡ് യഥാർത്ഥത്തിൽ ഒരു ഹൈറ്റ് ഉണ്ട്, അതായത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ഉയരം പോകുന്നുണ്ട്. ആൻഡ് ബേസ് സർക്കിൾ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു റേഡിയസ് ഉണ്ട്. ഇത്രയുണ്ട്. അതുകൂടാതെ ഇവ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം, എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് സോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് പൈതഗോറസ് സിദ്ധാന്തം വെച്ച് ഇങ്ങനെ എഴുതാം. ഈ ബന്ധം ഓർത്തേക്കണം. ഇനി ഇവിടുത്തെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ സ്തൂപികയാണ്, വോളിയം കാണാൻ നമുക്ക് ആദ്യം 1/3 ഇൻറ്റു ബേസ് ഏരിയ. ഇതൊരു ബേസ് സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ ആണ്, ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ചാൽ എച്ച് ആണ്. ഇപ്പോൾ വോളിയം 1/3 പൈ ആർ സ്ക്വയർ വെച്ച്. ആൻഡ് ഇതിന് ഒരു സി എസ് സി ഉണ്ടല്ലേ, ചുറ്റുമുള്ള ഏരിയ ഉണ്ട്. ചുറ്റുമുള്ള ഏരിയ പൈ ആർ എൽ ആണ്. ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ചുറ്റുമുള്ള പൈ ആർ എല്ലിൻ്റെ കൂടെ ബേസിലുള്ള സർക്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടണം അല്ലേ. ബേസിലൊരു ഫേസ് കൂടെ ഉണ്ട് ഇവിടെ, അതായത് ഒരു സർക്കുലർ ഫേസ്. അപ്പോൾ അതിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. ഇവിടുന്ന് വേണമെങ്കിൽ പൈ ആർ കോമൺ എടുത്താൽ പൈ ആർ ഇൻറ്റു ബാക്കി എൽ പ്ലസ്, ബാക്കി ഇവിടെ പൈ ആർ എടുത്തു, പിന്നെ ഒരു ആർ അവിടെ കിടപ്പുണ്ട് അല്ലേ, പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഇനി ഇവിടെ പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു സെക്ടർ കട്ട് ചെയ്ത് മടക്കിയാണ് എന്തുണ്ടാക്കുന്നത്, ഒരു കോൺ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു സെക്ടർ ഉണ്ടായതുകൊണ്ട് തന്നെ അതിനൊരു സെൻറ്റർ ആംഗിൾ ഉണ്ട്. നമ്മളത് എക്സ് എന്ന് എടുക്കുന്നു, ഇത് ക്യാപിറ്റൽ. ഇത് മടക്കി ഒരു കോൺ ആക്കുമ്പോൾ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഈ കോണിൻ്റെ എന്തായിട്ട് മാറും നോക്കൂ. ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന കോണിൻ്റെ എന്തായിട്ട് മാറും, ഈ ഒരു ലെങ്ത് ആവും അല്ലേ. ഈ ഒരു ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, സ്ലാൻഡ് ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്ലാൻഡ് ഹൈറ്റ് ആയി മാറും. ഇപ്പോൾ സെക്ടർ മടക്കി കോൺ ഉണ്ടാക്കുമ്പോൾ ആ സെക്ടറിൻ്റെ റേഡിയസ് നമ്മുടെ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറും. ഇത് ഓർത്തേക്കണം. അതുകൂടാതെ ഇവർ തമ്മിലൊരു ബന്ധവും കൂടെ ഉണ്ട്. ആ ബന്ധവും കൂടെ ഇത് മടക്കി ഉണ്ടാക്കുന്ന കോണിൻ്റെ ബേസ് റേഡിയസ്, പാദത്തിൻ്റെ ആരം ചെറിയ ആർ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു റിലേഷൻ പറയാൻ പറ്റും. ആ റിലേഷൻ പഠിച്ചു വെച്ചേക്കണം. സ്മോൾ ആർ ഈക്വൽ ടു x/360 ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഈ റിലേഷൻ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്സ് എന്താണെന്ന് നമുക്കറിയാം, സെക്ടർ മടക്കി കോൺ ഉണ്ടാക്കുമ്പോൾ ആ സെക്ടറിൻ്റെ സെൻറ്റർ ആംഗിളാണ് എക്സ്. ക്യാപിറ്റൽ ആർ എന്ന് വെച്ചാൽ ആ സെക്ടറിൻ്റെ റേഡിയസ് ആണ്. അത് മടക്കി കോൺ ഉണ്ടാക്കുമ്പോൾ ആ കോണിൻ്റെ ബേസ് സർക്കുലർ ഷേപ്പ് ആയിരിക്കുമല്ലോ, ആ ബേസ് റേഡിയസ് ആണ് സ്മോൾ ആർ. അപ്പോൾ ഈ ഒരു റിലേഷൻ കൂടെ നമ്മൾ പഠിച്ചിരിക്കണം.